everyone, welcome to GCK. ഇവിടെ ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. CSD അഥവാ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏക ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് GCK. വെർച്വൽ റിയാലിറ്റി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, വെബ് പ്രോഗ്രാമിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് നമ്മുടെ കോർ കോഴ്സസ്. AI-യും മെഷീൻ ലേണിംഗും ഇത്രയും റെലവന്റ് ആയി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ വളരെയധികം സാധ്യതകൾ നേടിത്തരുന്നു. ഗേറ്റ്, PSU പോലെ ഒരുപാട് സാധ്യതകളുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. ഈസി പോലെ തന്നെ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അനലോഗ് സർക്യൂട്ട്സ്, അനലോഗ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ, VLSC എന്നീ മെയിൻ കോർ പേപ്പറുകളും പിന്നെ കുറച്ച് ബേസിക് പേപ്പേഴ്സ് ആണ് നമുക്ക് ഈ ബ്രാഞ്ചിൽ പഠിക്കാനുള്ളത്. L&T, MIG, TCS, സ്നൈഡർ, യോക്കോഗാവ പോലുള്ള കമ്പനീസ് പ്ലേസ്മെന്റിന് വേണ്ടി വരുന്ന അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കേരളത്തിൽ ആകെ 2 ഗവൺമെന്റ് കോളേജസിലേ ഉള്ളൂ. ഒന്ന് CET-ലും പിന്നെ നമ്മുടെ സ്വന്തം GCയിലും. നമ്മുടെ GCKയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകൾ 3 കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊന്ന് ഇവിടെയാണ്. Chemical process principles, fluid and particle mechanics, heat transfer operations, mass transfer operations, chemical technology, transfer phenomena, instrumentation and process control, chemical reaction engineering തുടങ്ങിയ കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. യൊക്കോഗാവ, L&T, വാക്യോര തുടങ്ങിയ കമ്പനികളിലേക്കാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്ലേസ്മെന്റ് ആവുന്നത്. കൂടാതെ ഗേറ്റ് ക്വാളിഫിക്കേഷൻ വഴി പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ ജോബും ഹയർ സ്റ്റഡീസും അവൈലബിൾ ആണ്. വൈ മെക്കാനിക് എഞ്ചിനീയറിംഗ്? AM റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഈ ലോകത്ത് മെക്കാനിക് എഞ്ചിനീയർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്. NB അംഗീകാരമുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ PhDയും പേറ്റന്റുമുള്ള നിരവധി പ്രഗത്ഭര അധ്യാപകരും മികച്ച ലൈബ്രറി സൗകര്യങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടി സജ്ജമായിട്ടുള്ളത്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെക്കാനിക്സ് ഓഫ് മെഷീനറി, ഡിസൈൻ, തെർമൽ തുടങ്ങിയവയാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ. പിന്നെ കുറച്ച് ബേസിക് സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. L&T, HPCL, BPCL, അങ്ഷോ ലെഗ്രാൻഡ് തുടങ്ങിയ കമ്പനികളാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലേസ്മെന്റായി സജ്ജമായിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ബേസിക് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഇസ് ടു സെർവ് ദ പീപ്പിൾ. ആസ് ലോങ് ആസ് പീപ്പിൾ ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ടോ അത്രയും നാൾ സിവിൽ എഞ്ചിനീയറിംഗ് വിൽ ഓൾസോ സസ്റ്റെയിൻ. അപ്പൊ നമ്മളെ കോർ പേപ്പേഴ്സ് വരുന്നത് സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്, സ്റ്റീൽ ആൻഡ് ഹൈഡ്രോളിക് സ്ട്രക്ചർ, സർവേ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ജിയോടെക്. ഇനി GC കോഴിക്കോട്ടിലെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏതൊക്കെ പ്ലേസ്മെന്റ്സ് ഉണ്ട് അറിയണ്ടേ? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പ്ലേസ്മെന്റ്സ് വരുന്നത് L&Tയും RB സ്ട്രക്ചേഴ്സും ആണ്. കൂടാതെ ഗേറ്റ് ക്വാളിഫൈ ആയി സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിനും ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാരും ഉണ്ട്. 13 വർഷമായി GCKയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ലോജിക് സർക്യൂട്ട് ഡിസൈൻ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, നെറ്റ്വർക്ക് തിയറി, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, VLSC ചിപ്പ് ഡിസൈൻ എന്നിവയൊക്കെയാണ്. നമ്മുടെ കോളേജിൽ കോർ കമ്പനീസ് ആയിട്ട് വരുന്നത് ഡിജിറ്റൽ കോർ ടെക്നോളജീസ്, ഗ്ലോബൽ കോസ്റ്റ് ടെക്നോളജീസ്, HCL ടെക്നോളജി, MIG, Q-Spider ഇതെല്ലാം.